നീറും മനസ്സുകളിൽ ആശ്വാസമേകും നിർമ്മല സോനമേ മേരി മാതേ, നിൻ പദമലരിൽ അഭയം തേടും നീജരീദാസരേ ധന്യരാക്കൂ, നിൻമിഴി നീരാൽ ശുദ്ധരാക്കൂ. സഹോദരങ്ങളെ, നമ്മളുടെ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്ക പ്രാർത്ഥനയുടെ 22ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് നമ്മളുടെ ധ്യാന വിഷയം മറിയത്തിൻ്റെ സ്തോത്ര ഗീതമാണ്. അതിനെപ്പറ്റി ഞാൻ പിന്നീട് അല്പം വിശദമായിട്ട് പറയാം. ഇന്നത്തെ ശുശ്രൂഷ നമുക്ക് അനുഗ്രഹമാകാൻ വേണ്ടി, അതിലൂടെ നമുക്ക് കൃപ കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മാതാവ് വളരെ വിനയത്തോടുകൂടി എലിസബത്തിന് മുമ്പിൽ വെച്ച് നടത്തിയ പ്രാർത്ഥനയാണ് ഈ സ്തോത്രഗീതം. അതിനെ അതേ ഒരു ചൈതന്യത്തിൽ മനസ്സിലാക്കാനും ആ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ കൂടി കിട്ടുവാനും നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാരംഭഗാനമായി പരിശുദ്ധാത്മാവിന്റെ ഗാനം ആലപിച്ച് പ്രാർത്ഥിക്കാം. കാറ്റേ കാറ്റേ പരിശുദ്ധാത്മാവേ വീശണമേ, ഞങ്ങളിൽ വീശണമേ. തീയേ തീയേ പരിശുദ്ധാത്മാവേ കത്തണമേ, കത്തി ജ്വലിക്കണമേ. കാറ്റേ കാറ്റേ പരിശുദ്ധാത്മാവേ വീശണമേ, ഞങ്ങളിൽ വീശണമേ. തീയേ തീയേ പരിശുദ്ധാത്മാവേ കത്തണമേ, കത്തി ജ്വലിക്കണമേ. പാപങ്ങളെല്ലാം ചാമ്പലാക്കണമേ, അഗ്നിയായി കത്തി ജ്വലിക്കണമേ. പാപങ്ങളെല്ലാം ചാമ്പലാക്കണമേ, അഗ്നിയായി കത്തി ജ്വലിക്കണമേ. നമുക്ക് പന്തക്കുസ്ത പ്രാർത്ഥന ചൊല്ലാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ. എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ. ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ. ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നിൽ നിറയണമേ. ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നെ മുദ്ര അടിക്കണമേ. പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നെ സൃഷ്ടിക്കണമേ. പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, എളിമ, ക്ഷമ, പരിശ്രമശീലം, അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ. എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി മുദ്ര കുത്തണമേ. അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, മാതാവിൻ്റെ സ്തോത്രഗീതത്തെ പറ്റിയാണെന്ന് ഞാൻ ആമുഖമായി പറഞ്ഞല്ലോ. ഈ സ്തോത്രഗീതവുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. മാതാവിൻ്റെ സ്തോത്രഗീതത്തിന് വളരെ സമാനമായ ഒരു സ്തോത്രഗീതം പഴയ നിയമത്തിലുണ്ട്. അത് ഹന്നായിയുടെ ജീവിതമാണ്. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 1 മുതൽ 28 വരെയുള്ള വചനങ്ങളിലാണ് നമ്മളത് കാണുന്നത്. ആ ഹന്നായിയുടെ സ്തോത്രഗീതം മക്കളില്ലാതിരുന്നിട്ട് പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു കുട്ടിയാണ് സാമുവേൽ. ഹന്ന പറഞ്ഞിരുന്നു, നീ എനിക്കൊരു കുഞ്ഞിനെ തരുവാണെങ്കിൽ
അതിന് ഞാൻ ദേവാലയത്തിൽ കൊണ്ട് പ്രതിഷ്ഠിച്ച് കാഴ്ചവെച്ചേക്കാം. ഞാൻ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുപോകില്ല, അത് ദേവാലയത്തിൽ വളർന്നോട്ടെ. എന്നാലും ഞാൻ വന്ധ എന്നുള്ള പേരുദോഷം മാറി കിട്ടാൻ വേണ്ടി എനിക്കൊരു കുഞ്ഞിനെ തരണം. അങ്ങനെ പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞാണ് സാമുവൽ. വേറൊരു കുട്ടിയില്ല. സാധാരണഗതിയിൽ വീട്ടിൽ താമസിച്ച് മാതാപിതാക്കളെ നോക്കി ഒരു കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കേണ്ട ആളാണ് ഈ സാമുവൽ. പക്ഷെ ഹന്ന ആ കുട്ടിയെ പാലിച്ചുകൊണ്ട് ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ച് ദേവാലയത്തെ കുഞ്ഞിനെ ഏൽപ്പിച്ച് തിരിച്ചു പോരുക. അപ്പം ഹന്ന നടത്തിയ ഒരു സ്തോത്രഗീതം, അതും മാതാവിൻ്റെ സ്തോത്രഗീതവും തമ്മിൽ ഞാൻ താരതമ്യപ്പെടുത്തിക്കൊണ്ട് പറയാം. ഹന്ന എൽക്കാന എന്നയാളുടെ ഭാര്യയായിരുന്നു. മറിയം യോസേഫുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന കന്യകയായിരുന്നു. ഹന്ന ഗർഭധാരണ ശേഷി ഇല്ലാത്തവളായിരുന്നു. ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. മറിയം കന്യകയായിരുന്നു. ഹന്ന പ്രാർത്ഥനയുടെ ഫലമായി ഗർഭധാരണം നടന്നു. മറിയം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഗർഭധാരണം നടന്നു. 4. ഹന്ന കുഞ്ഞിന് സാമുവേൽ എന്ന് പേരിട്ടു. മറിയം കുഞ്ഞിന് യേശു എന്ന് പേരിട്ടു. ഹന്ന മകനെ ദൈവത്തിന് സമർപ്പിച്ചു. ആജീവനാന്തം കർത്താവിന് ഉള്ളവൻ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മകനെ ദൈവത്തിന് സമർപ്പിച്ച് ഈലി എന്ന പ്രവാചകനെ ഏൽപ്പിച്ച് തിരിച്ചു പോന്നു. മറിയം ഉണ്ണിയേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവെച്ചു. സമർപ്പണങ്ങൾ നടത്തി ഉണ്ണിയേശുവുമായിട്ട് വീട്ടിലേക്ക് പോയി. ഹന്ന അതിനുശേഷം ഈ കീർത്തനം പാടി. മറിയം എലിസബത്തിന് മുമ്പിൽ വെച്ച് മറിയത്തിൻ്റെ കീർത്തനം പാടി. ഹന്നയുടെ കീർത്തനം എങ്ങനെയാണ്? എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എൻ്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഹന്ന പറഞ്ഞു, എൻ്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു, എന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. മറിയം പറഞ്ഞു, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ഹന്ന പ്രാർത്ഥിച്ചു, കർത്താവിനെ പോലെ പരിശുദ്ധനായ മറ്റാരുമില്ല, കർത്താവല്ലാതെ മറ്റാരുമില്ല, നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരമായ ഒരു ആശ്രയം ഇല്ല. മറിയം പറഞ്ഞു, അവിടുന്ന് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്, അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു, ഹൃദയ വിചാരത്തിൽ അഹങ്കരിച്ചവരെ ചിതറിച്ചു. ഹന്ന പറഞ്ഞു, വീരന്മാരുടെ വില്ലുകൾ തകരുന്നു, ബലഹീനരാകട്ടെ ശക്തി പ്രാപിക്കുന്നു. മറിയം പറഞ്ഞു, ശക്തരെ സിംഹാസനത്തിൽ നിന്ന് താഴെ മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറുങ്കയോടെ പറഞ്ഞയച്ചു. ഹന്ന പറഞ്ഞു, സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു, വിശപ്പ് അനുഭവിക്കുന്നവർ സംതൃപ്തി അടയുന്നു. മറിയം പറഞ്ഞു, അവിടുന്ന് ഭക്തരുടെ മേൽ തലമുറകൾ തോറും തന്റെ കരുണ വർഷിക്കും. ഹൃദയവിചാരത്തിൽ അഹങ്കരിച്ചിരുന്നവരെ ചിതറിച്ചു, എളിയവരെ ഉയർത്തി. ഹന്ന പറഞ്ഞു, തന്റെ വിശ്വസ്തരുടെ പാദങ്ങളെ അവിടുന്ന് കാക്കുന്നു. മറിയം പറഞ്ഞു, തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. ഹന്ന പറഞ്ഞു, ദുഷ്ടന്മാർ അന്ധകാരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നു, ശക്തിയാൽ ആരും പ്രബലരാകുന്നില്ല. കർത്താവ് പ്രതിയോഗികളെ ഛിന്നഭിന്നമാക്കുന്നു, അവർക്കെതിരെ ആകാശത്തിൽ ഇടിമുഴക്കുന്നു, അവിടുന്ന് ഭൂമിയെ മുഴുവൻ വിധിക്കും.
തൻ്റെ രാജാവിന് ശക്തി കൊടുക്കും, തൻ്റെ അഭിഷക്തന്റെ ശിരസ് ഉയരമാറാക്കും. മറിയം പറഞ്ഞു, തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തിനോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് കീർത്തനങ്ങൾ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ രണ്ടുപേരും ദൈവത്തിന് മുമ്പിൽ വിനീതരാകുന്നു, ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുന്നു, അവരെ പ്രകടിപ്പിക്കുന്നു, ദൈവത്തോട് ചെയ്ത വാഗ്ദാനം അവർ നിറവേറ്റുന്നു. അവരുടെ വലിപ്പം അതാണ്. നോക്കിക്കേ, മക്കളില്ലാതിരുന്ന് പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു കുഞ്ഞിനെ ദേവാലയത്തെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് വെറുങ്കയോടെ തിരിച്ചു പോകുന്ന ഒരന്ന, മറിയത്തെ ഉണ്ണീശോയെ കൊണ്ട് കാഴ്ചവെച്ച് ആചാരപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്ത് ഉണ്ണീശോയെ തിരിച്ചു കൊണ്ടുപോയി വളർത്തുന്ന ഒരു മറിയം. അവരൊക്കെ ആ വാക്ക് പാലിക്കുക, ദൈവത്തിന്റെ മുമ്പിൽ വാക്ക് പാലിക്കുക, എളിമയുള്ളവരായിട്ട് ജീവിക്കുക, ദൈവത്തോട് നന്ദിയും കടപ്പാടുള്ളവരായി ജീവിക്കുക. നമ്മളുടെ ജീവിതത്തെ പലപ്പോഴും കാണുന്നതാണ്. ദൈവത്തോട് വാക്ക് വ്യത്യാസം കാണിക്കാൻ നമ്മളിൽ പലർക്കും വിഷമമില്ല. ദൈവത്തിന് മുമ്പിലൊന്ന് താന്നു കൊടുക്കാൻ നമ്മളിൽ പലർക്കും മനസ്സില്ല. ദൈവം തന്നതാണ് എന്ന് നേരിട്ട് പറയാനുള്ള ഒരു വിശാല ഹൃദയം നമുക്ക് പലപ്പോഴും ഇല്ല. ഞാനൊരു ചെറിയ സംഭവം പറയാം. ഒരിക്കല് ഒരു ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് ഒരാളെ എന്നോട് പറഞ്ഞു, ഞാൻ വിദേശത്ത് പോകാൻ കൊല്ലനാളായിട്ട് ശ്രമിക്കുന്നു, പരീക്ഷയും പാസ്സാകുന്നില്ല, പോകാനും പറ്റുന്നില്ല, അച്ഛൻ പ്രാർത്ഥിക്കണം, എങ്ങനെയും അവിടെ എത്തിപ്പെടണം, എനിക്കവിടെ പോയി ജോലി കിട്ടിയാൽ എൻ്റെ ആദ്യത്തെ മാസത്തെ ശമ്പളം ഞാൻ മുഴുവനും ഞാൻ ഇടവപ്പള്ളിക്ക് സംഭാവന ചെയ്തോളാം. ഞാനും പ്രാർത്ഥിച്ചു. ഒരു 3 മാസത്തിനകം ഇയാൾ വിദേശത്തെത്തി. അന്നത്തെ കാലത്ത് 1 ലക്ഷത്തിൽ കൂടുതൽ രൂപ ആദ്യത്തെ ശമ്പളം കിട്ടി. വാക്ക് പാലിച്ചുകൊണ്ട് ശമ്പളം പള്ളിക്ക് കൊടുക്കേണ്ടതാണ്. അവര് പറഞ്ഞ എന്നാന്നറിയാമോ, അയ്യോ 1 ലക്ഷം രൂപ, ഇത്ര പൈസ ഞാനെങ്ങനെയാ പള്ളിക്ക് കൊടുക്കുന്നത്, ഞാനൊന്നും കൊടുക്കല്ലേ. ഒന്നും കൊടുത്തില്ല. അവർക്ക് പിന്നീട് ലക്ഷങ്ങൾ കിട്ടും. ദൈവത്തോടെ അടുത്തൊരു കമ്മിറ്റ്മെന്റ്, ഒരു വാഗ്ദാനമാണ്. എനിക്ക് അവിടെ എത്താൻ കഴിഞ്ഞാൽ 1 മാസത്തെ ശമ്പളം ഞാൻ കൊടുത്തോളാം. അത് കെട്ടിയിട്ട് പള്ളിക്ക് കാര്യമുണ്ടോ ഇല്ലോ എന്നുള്ളതാണ് എൻ്റെ വിഷയം. ആ വ്യക്തി ദൈവത്തോട് വാക്ക് പാലിച്ചില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആളെ കാണുമ്പോൾ മൊത്തം തകർന്നു കിടക്കുക. കടബാധ്യത അങ്ങനെ, കുടുംബ പ്രശ്നം ഇങ്ങനെ, ജോലി സ്ഥലത്തെ പ്രശ്നം അങ്ങനെ. പറ്റി പറഞ്ഞോട്ട് വന്നു. ഞാൻ ചോദിച്ച, സഹോദരി, അന്നിങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് ദൈവത്തോട് പറഞ്ഞ് പാലിച്ചോ? ഇല്ല. എന്തേ? അച്ഛാ, 1 ലക്ഷം രൂപയൊക്കെ ഞാനെങ്ങനെയാണ് പള്ളിക്കൂടെ കൊടുക്കുന്നത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മറിയത്തിന്റെ വിലയൊന്ന് നോക്കിക്കേ. ഒരു കുടുംബജീവിതം എല്ലാം വേണ്ടെന്ന് വെച്ച് ഇവർ ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ച ആ ത്യാഗം ഒന്നോട് നോക്കി. പ്രാർത്ഥിച്ച് നോമ്പ് കിട്ടിയ ഒരു കുട്ടിയെ എന്നേക്കമായ ദേവാലയത്തിൽ കൊടുത്തിട്ട് തിരിച്ചു പോകുന്ന ഹന്നയൊന്ന് നോക്കിക്കേ. അപ്പൊ നമ്മൾ അവരെ 10 പൈസയുടെ കണക്ക് പറയും, 5 മിനിറ്റ് സമയത്തിന്റെ കണക്ക് പറയും. ഒക്കെ നമ്മുടെ അവസ്ഥ. എനിക്കൊന്ന് ഇങ്ങനെയുള്ള മേഖലകളൊക്കെ ദൈവത്തോട് ചെയ്ത വാഗ്ദാനങ്ങൾ അല്പം കൂടി വിശ്വസ്തയോടെ പാലിക്കുവാനുള്ള ഒരു കൃപ, ഒരു മനസ്സ് നമുക്ക് ആവശ്യമാണ്. അതായത് വൈദികർക്കായിരിക്കാം, സിസ്റ്റേഴ്സിനായിരിക്കാം, കുടുംബജീവിതം നയിക്കുന്നവർക്കായിരിക്കാം, ജോലി ചെയ്യുന്നവർക്കാകാം. നമ്മളൊക്കെ പലപ്പോഴും ദൈവത്തോട് പല വാഗ്ദാനങ്ങളൊക്കെ പറയും. അതിനോടൊരു വിശ്വസ്തത കാണിക്കാനുള്ള കൃപ. അതിൻ്റെ അകത്ത് ചിലപ്പോൾ 10 രൂപ നഷ്ടപ്പെടും, 1 മണിക്കൂറ് 1 ദിവസം സമയം നഷ്ടപ്പെടും. ഈ ദൈവം തന്ന ആയുസ്സെന്നും ദൈവം തന്ന പൈസയെന്ന് വില ഇത് പോകുന്നേ. കർത്താവ് ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. ഞാൻ തരാത്തത് എന്തുകൊണ്ട്? ഞാൻ തിരിച്ചെടുത്താൽ ബാക്കി എന്തുകൊണ്ട്? എല്ലാം ദൈവദാനമാണ് എന്നിരിക്കെ, ദൈവം തിരിച്ചെടുത്താൽ ഒന്നുമില്ലെന്നിരിക്കെ ഇനി എന്തിനാണ് അഹങ്കരിക്കുന്നത്? അതുകൊണ്ട് മറിയം ആ വിശ്വസ്തത കാണിച്ചു. ഹന്ന വിശ്വസ്തത കാണിച്ചു, വാക്ക് പാലിച്ചു. ഒരു ദൈവസന്നിധിയിൽ എളിമപ്പെടുകയാണ്. ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക, സ്തോത്രഗീതം പറയാം. നമ്മൾ എത്ര പേര് ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാറുണ്ട്? മേടിച്ചോണ്ട് പോകുന്നല്ലാതെ ദൈവമേ കിട്ടി കേട്ടോ എന്നൊരു തിരിച്ചൊരു വാക്ക് പറയാൻ എത്ര പേരുണ്ട്? ഉണ്ട്, ആളുകളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നത്, പക്ഷെ കുറവ്. അത് മറിയത്തിന്റെ സ്തോത്രഗീതം
ദൈവത്തോട് നന്ദി പറയാനും ദൈവത്തോട് കാണിച്ച് കൊടുത്ത വാഗ്ദാനം പാലിക്കുവാനും നമുക്കൊരു മോട്ടിവേഷൻ, ഒരു പ്രചോദനം, ഒരു ആത്മീയ ഉണർവ് തരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. മാതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ സമുദ്ര താരകമേ എന്ന പ്രാർത്ഥന ചൊല്ലി മാതാവിൻ്റെ മധ്യസ്ഥം അപേക്ഷിക്കുകയാണ്. പരിശുദ്ധ അമ്മേ, ദീപ്തമായ സമുദ്ര താരകമേ, നിനക്ക് സ്വസ്തി. ദൈവമാതാവേ സ്വസ്തി. കന്മഷമില്ലാത്ത കന്യകയെ, സ്വർഗീയ വിശ്രമത്തിൻ്റെ വാതിലെ ഗബ്രിയേലിൽ നിന്നും വന്ന മധുരമായ അത്ഭുതം കൊണ്ട് ഞങ്ങളിൽ സമാധാനം നിറയ്ക്കുക. ഹവായിയുടെ നാമം മാറ്റിയ ധന്യയാം കന്യകയെ, ബന്ധിതരുടെ ചങ്ങലകൾ തകർക്കുകയും അന്ധർക്ക് കാഴ്ച പകരുകയും ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുകയും സകല അനുഗ്രഹങ്ങൾ ചൊരിയുകയും ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, ഒരമ്മയായി നീ എന്നും കൂടെ ഉണ്ടാകണമേ. ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മകനായ ദൈവവചനം തുറന്നു. അങ്ങയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിറവേറപ്പെടട്ടെ. സർവത്തിലും അതിശയമാകും പരിശുദ്ധ കന്യകയെ, നീ ശാന്തരിൽ അതീവ ശാന്തയാകുന്നു. കന്മഷരഹിതയായ പരിശുദ്ധ മറിയമേ, ഞങ്ങളെ പാപച്ചേറ്റിൽ നിന്ന് സംരക്ഷിക്കണമേ. ശുദ്ധരും കളങ്കരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ കറയില്ലാതെ കാക്കണമേ. ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നതുവരെ ഞങ്ങളുടെ പാതകളെ സുരക്ഷിതമാക്കണമേ. ഉന്നതങ്ങളിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായവന് എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. മറിയത്തിൻ്റെ സ്തോത്രഗീതം നമ്മൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. ഏറ്റവും അലങ്കരിക്കപ്പെട്ട വ്യക്തിയായിരുന്നിട്ടും ഏറ്റവും എളിമയോടുകൂടി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരേ ചൊല്ലുന്ന പ്രാർത്ഥനയിൽ നമുക്കും പങ്കുചേരാം. നമ്മുടെ പ്രാർത്ഥനയാക്കി മാറ്റാം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. എൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസ്മരിച്ചു തന്നെ. നമുക്ക് മറിയത്തിന് മുമ്പിൽ നമ്മളെ തന്നെ വിനിയോഗരാക്കി മറിയത്തിൻ്റെ മധ്യസ്ഥത്തെടുക്കൊണ്ട് ഈ പ്രകാരം പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസമായി നടത്തുക. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിശുദ്ധ പിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയും പ്രാർത്ഥനയും മുകുതനായ വിശുദ്ധ മിഖായേലിൻ്റെയും കാവൽ മാലാഖമാരുടെയും നിരന്തരമായ സംരക്ഷണവും കാവലും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും
ഭവനത്തോടും വസ്തുവകളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.